PC ജോർജിന്റെ ഭാഗ്യാന്വേഷണങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണമൊന്ന് പാളിയ മട്ടാണ്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വിളമ്പിയതിന്റെ ബാക്കി വെണ്ണലയിൽ പറഞ്ഞ വിഷവാക്കുകൾ മുൻകൂർ ജാമ്യത്തിന് അർഹമല്ല എന്നടിവരയിടുന്നുണ്ട് നീതിപീഠം. അപ്പപ്പോഴത്തെ അപ്പത്തിന് വേണ്ടിയുള്ള ജോർജിന്റെ അധമാന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല. അതിന്റെ വേരുകൾ 79-ലെ മാണി ഗ്രൂപ്പിന്റെ പിളർപ്പ് മുതൽ അങ്ങനെ ജീർണിച്ചു കിടപ്പാണ്. അന്ന് PJ ജോസഫ് PC ജോർജിന് തങ്കപ്പെട്ട മനുഷ്യൻ, വലങ്കൈ വിശ്വസ്തൻ, സഹോദരതുല്യൻ PJ എന്ന് വാ നിറച്ചു വിളിച്ച ജോസഫിനെ ഏറ്റവും മോശപ്പെട്ട നേതാവെന്ന് ഭള്ളു പറഞ്ഞ് ബ്രാക്കറ്റിൽ ഒരു സെക്യുലറുമിട്ട് ജോർജ് പോയത് ഇടതു ക്യാമ്പിലേക്കാണ്. അന്ന് PCക്ക് സാക്ഷാൽ VS, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്. പിണറായി വിജയൻ ഒരു കൺകണ്ട ദൈവം. വാഴ്ത്തിയ വാക്കുകൾ പറഞ്ഞ് നാവ് വായിലിടും മുന്നേ വന്നു സമാനതകളില്ലാത്ത അധിക്ഷേപ വർഷം. യൂദാസിന്റെ മുഖവുമായി സാത്താന്റെ വചനങ്ങളിൽ പറയുന്ന പാപിയായ പുണ്യാള എന്ന് വിളിച്ചത് കേരളത്തിന്റെ VSനെയാണ്. മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനെന്ന് മാണിയെ വാഴ്ത്തിയ അതേ നാവുകൊണ്ട് 15,000 കോടിയുടെ കള്ളപ്പണക്കാരൻ എന്ന് ദയാരഹിതം ആക്രമിക്കുമ്പോൾ വിഴുങ്ങിയ വാഴ്ത്തുപാട്ടുകളുടെ ലാഞ്ചന പോലും ജോർജിലാരും കണ്ടിട്ടില്ല. 2016-ലെ 27,821 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അതിജീവനത്തിന്റെ വഴികളിൽ പിന്നീട് PC അവതരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിറഞ്ഞു പറഞ്ഞു തുടങ്ങിയ PCയിൽ നിന്ന് അന്ന് കേരളം കേട്ടത് പ്രവാചകചര്യകൾ വാദോരാതെ ലക്ഷണമൊത്തൊരു മതപ്രഭാഷണം. എല്ലാവരും കൈവിട്ടപ്പോൾ ചേർത്ത് പിടിച്ച് SDPI-ക്കാര നിന്നോടുള്ള കടപ്പാടെനിക്ക് ഒരു കാലവും തീരില്ലെന്ന വേദിയിൽ കണ്ണു നിറച്ചതും അധമ വഴിയിലെ അതിജീവനത്തിന്റെ അടവു നയമാണ്. വെറുപ്പിന്റെ അങ്ങേയറ്റം കണ്ട വാവിട്ട വാക്കുകളിൽ പേട്ട കൈവിട്ടപ്പോൾ തുടങ്ങിയതാണ് പൂഞ്ഞാറിലെ കിരീടം വെക്കാത്ത രാജാവിന്റെ അവരോഹണം. ആ രാഷ്ട്രീയ വീഴ്ചയിൽ ഇല്ലാ കഥമെനഞ്ഞും പട്ടാപ്പകൽ പച്ചവർഗീയത പറഞ്ഞും കാളകൂടം കലക്കി ഒറ്റയ്ക്കൊരു വെറുപ്പിന്റെ കോട്ടകെട്ടലാണ് ലക്ഷ്യമെങ്കിൽ അത് നടപ്പില്ല. സാറേ ജോർജെ, ഇത് കേരളമാണ്, പത്തരമാറ്റു മതേതര കേരളം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എൻകൗണ്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ: PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ മുൻകൂർ ജാമ്യം കോടതി തള്ളിയത്? 2. മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെയുള്ള പോലീസിന്റെ അറസ്റ്റ് നീക്കം തിടുക്കപ്പെട്ടതായോ? 3. വീണ്ടും അറസ്റ്റ് നാടകത്തിനുള്ള തിരക്കഥയെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്തുകൊണ്ടാണ്? 4. രാഷ്ട്രീയ അതിജീവനം ലക്ഷ്യം വെച്ചുള്ള ജോർജിനെ അറസ്റ്റ് കൊണ്ടും നിയമ നടപടി കൊണ്ടും തടയിടാൻ കഴിയുമോ? 5. അറസ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും 10 നാൾ ബാക്കി നിൽക്കെ തൃക്കാക്കരയിലെ PC ജോർജ് എഫക്ട് എന്താകും? പ്രിയ പ്രേക്ഷകർക്ക് ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ PP ചിത്തരഞ്ജൻ MLA CPM പ്രതിനിധി, ശ്രീ റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP പ്രതിനിധി, ശ്രീ MN കാരശ്ശേരി സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ മാക്കുറ്റിയിലേക്ക്, റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, അന്ന് സെക്രട്ടറിയിൽ ഒരു നിരാഹാരവേദി, റിജിൽ മാക്കുറ്റി അടക്കം അവിടെ നിരാഹാരം ഇരിക്കുന്നു. അവിടെ പൊന്നാടയുമായി PC ജോർജ് എത്തുന്നു. MS നുസൂറും റിയാസ് മുക്കോളിയുമാണെന്ന് എൻ്റെ ഓർമ്മ. അവർ ആ പൊന്നാട സ്വീകരിക്കുമ്പോൾ റിജിൽ തട്ടിമാറ്റിയ പൊന്നാടയെ കേരളത്തിന്റെ മതേതര മനസ്സാക്ഷി ഓർക്കുന്ന ദിവസങ്ങൾ കൂടിയാണല്ലോ. അതവിടെ നിൽക്കട്ടെ. റിജിൽ, ഇന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു മറ്റൊരു അറസ്റ്റ് നാടകത്തിനുള്ള നീക്കമാണ്. എന്തുകൊണ്ടാണ് ആരോപണം, റിജിൽ? തീർച്ചയായും ഹാഷ്മി, കേരളത്തിനകത്ത് ഇതുപോലെ വർഗീയത പറയുകയും നിങ്ങൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഒരു കാരണവശാലും അംഗീകരിക്കാത്ത മതേതര കേരളത്തിന് എന്നും അപമാനമായി നിൽക്കുന്ന കാളകൂട വിഷം തുപ്പുന്ന ഈ PC ജോർജിനെ എന്നേ കൽത്തുറക്കിലടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഏതൊക്കെയോ ഇടപെടലിൻ്റെ ഭാഗമായി അയാൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ വിഷയം. പ്രത്യേകിച്ച് PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനകത്ത് ഇന്നും വളരെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു ആവേശം എങ്ങനെയാണ് PC ജോർജിന് കിട്ടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഈ അറസ്റ്റ് നാടകം ഉൾപ്പെടെ ഇതിനകത്തൊക്കെ തന്നെ ചില നാടകങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ നമ്മളൊക്കെ ധരിച്ചു ഈ ഗവൺമെൻറ് PC ജോർജ് എന്ന് പറയുന്ന മതവർഗീയനായ വർഗീയവാദി അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിൽ അടക്കാൻ പോകുന്നുവെന്നാണ്. പക്ഷേ അങ്ങനെയാണോ സംഭവിച്ചത്? അങ്ങനെയല്ല സംഭവിച്ചത്. PC ജോർജിന് പൂഞ്ഞാറ് തൊട്ട് തിരുവനന്തപുരം വരെ സർക്കാർ ചെലവിൽ ഒരു വാഹന ജാഥ നടത്താണ്ട് സൗകര്യം ചെയ്തു കൊടുത്തു. ആര്? ഈ സർക്കാർ. മാത്രമല്ല സ്വന്തം വണ്ടിയിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വഴികളിലുടനീളം RSSൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകന്മാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഒരു വീരപരിവേഷ പോരാളിയായാണ് ഈ PC ജോർജിനെ എവിടെ കൊണ്ടുപോയത്? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇടപെട്ടോ? സർക്കാർ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിട്ടില്ല. പ്രോസിക്യൂഷൻ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പോലും രണ്ടിലേതെങ്കിലും ഒന്ന് പറയണ്ടേ റിജിൽ? രണ്ടിലേതെങ്കിലും ഒന്ന് പറയണ്ടേ? PC അറസ്റ്റ് ചെയ്താൽ അത് അറസ്റ്റ് നാടകം, ഈ പറയുന്ന PCക്ക് വീരോചിത വരവേൽപ്പ് നാടകം. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ PC യെ തൊടാനുള്ള പേടി. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ.
ഞാൻ പറയട്ടെ ആഷിമി, അറസ്റ്റ് നാടകം തന്നെയല്ലേ അന്ന് കണ്ടത്. നമ്മളൊക്കെ കരുതി എന്താണ്, സർക്കാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സർക്കാർ തടസ്സവാദം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമെന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാജരായിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് വെളിവാകുന്നത്? അതിനുശേഷം അവിടെ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ രൂപത്തിലുള്ള മതവെറിയും വർഗീയതയും ഒരു മതവിശ്വാസത്തെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിച്ച് മുമ്പോട്ട് പോകുമ്പോഴും കോടതിയിൽ എത്തിയതിനു ശേഷമാണ് വീണ്ടും കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. സർക്കാർ അല്ലല്ലോ. സർക്കാർ എന്താ പറഞ്ഞത്? ഇതുപോലെ വർഗീയത പറയുന്ന ഒരാളെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ ഇതുകൊണ്ട് റിട്ട് കൊടുത്ത ആളുകളല്ലേ ഈ സർക്കാർ. അപ്പോൾ പിന്നെ എന്തിനാണ് ഗവൺമെന്റ്, പിന്നെ എന്തിനാണ് സർക്കാർ? സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് വാഴ എന്ന് പറയുന്ന ഒരു പരാമർശം നമ്മളൊക്കെ പറയാറുണ്ട്. ആ വാഴ പോലും നാണിച്ചു പോകുന്ന ഒരു ആഭ്യന്തര വകുപ്പ് അല്ലെ ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇതുപോലെ മതവർഗീയനായ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള നിലപാട് സ്വീകരിക്കാതെ അയാളെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കോ? കേരളത്തിനകത്ത് ഇതുപോലെ ജാമ്യം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലല്ലോ. ജാമ്യം കോടതിയുടെ കാര്യത്തിലുള്ള ജാമ്യമാണ്. PC ജോർജ് പറഞ്ഞു ഒരൊറ്റ ദിവസം വൈകിയാണെങ്കിൽ കൂടിയും അവിടെ പോയി അറസ്റ്റ് ചെയ്തില്ലേ, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതി എങ്ങനെയാണ് ആഷിമി കൊണ്ടുവരിക? നാട്ടിൽ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് വണ്ടിയിലാണ്. ഇത് പോലീസ് വണ്ടിയിലല്ല, PC ജോർജിന്റെ വണ്ടിയിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ രാവിലെ കാപ്പി കുടിച്ചു, പോലീസ് വന്നു, എന്നോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി അവിടെ നിന്ന് സർക്കാരിന്റെ ആതിഥേയം സ്വീകരിച്ചാണ് പോയത്. എല്ലാ സൗകര്യം കൊടുത്ത് പോലീസ് വണ്ടിയിലാണോ? വഴിനീയുടെ സ്വീകരണം കിട്ടിയത് നമ്മൾ കണ്ടില്ല. ഏതെങ്കിലും ഒരു പ്രതികൾക്ക് ഇതുപോലെ സ്വീകരണം കിട്ടുന്ന സാഹചര്യം കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? PC ജോർജിന് ഏത് തരത്തിൽ പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ് അത്ര സ്വീകരണം കൊടുത്തത്? അതാരാണ്? കേരളത്തിലെ പോലീസ് അല്ലേ. കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു സംവിധാനം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് കേരളം കാണേണ്ടത്? അപ്പോൾ PC ജോർജിന് അറിയാം, എനിക്കൊരു വീരതാര പരിവേഷം ഈ സർക്കാർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് PC ജോർജ് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറിന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉച്ചിഷ്ടം ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെമ്പാടും പോയി നടന്ന് ഇതുപോലെ വർഗീയത പറയുമ്പോൾ നടപടിയെടുക്കേണ്ട ആഷ്മി പോലീസ് നടപടിയെടുക്കേണ്ട. ആ പോലീസ് പറയുന്നു എന്താണ്, ഞങ്ങൾക്ക് ഇയാളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് കേരളം ഭരിക്കുന്നത്? എന്താണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പണി? അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൽത്തുറങ്കിലടക്കണം ഈ മതവർഗീയനെ. എങ്കിൽ മാത്രമേ കേരളം പോലെ ഇതുപോലെ മതനിരപേക്ഷമായി ഈ കേരളത്തിനകത്ത് ഇത്ര തീതുപ്പുന്ന വർഗീയത പറഞ്ഞിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ പോലീസ് പോയിട്ടുണ്ട്, പക്ഷെ അത് ഒരു അറസ്റ്റ് നാടകമാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെ സർക്കാർ ഇടപെട്ടെങ്കിൽ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കേറ്റ് പ്രോസിക്യൂഷൻ അവിടെ ഇടപെട്ടെങ്കിൽ അന്ന് ജാമ്യം കിട്ടുമായിരുന്നില്ല. പക്ഷെ കോടതി ജാമ്യം കൊടുക്കാൻ പറഞ്ഞ എല്ലാ കണ്ടീഷനും 10 ദിവസം കൊണ്ടാണ് PC ജോർജ് കാറ്റിൽ പറത്തിയത്. അല്ലേ? 10 ദിവസം അന്നൊരു വീഴ്ച പറ്റി എന്നും കരുതൂ. ഇന്ന് മുൻകൂർ ജാമ്യം തള്ളി, പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലേ? ഉടനെ നിങ്ങൾക്ക് അത് അറസ്റ്റ് നാടകമാവുന്നത് എന്തുകൊണ്ടാണ്? അത് ആദ്യത്തെ അറസ്റ്റ് നാടകമായതുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഹാഷ്മി കണ്ടിട്ടുണ്ടോ? ഒരു പ്രതിയെ ഇതുപോലെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയി ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യം കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? അത് നാടകമെന്നല്ലാതെ എന്താ പറയേണ്ടത്? നാടകമേ ഉലകമെന്നാണ് പറയേണ്ടത്. PC ജോർജിനെ ബന്ധിപ്പിച്ചുകൊണ്ട് CPM നടത്തുന്ന നാടകമാണ്. ഈ നാടകം തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നൊരു കാര്യമുണ്ട്, എന്താണ്? തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഉമ്മ വെച്ചാണ് PC ജോർജ് ഇങ്ങോട്ട് അയച്ചത്. സ്വാഭാവികമായി കേരളത്തിലെ പോലീസ് ഈ PC ജോർജിനെ ഉമ്മ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ് ഈ കേരളത്തിനകത്തുള്ളത്. അതുകൊണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന വെറും നാടകം കളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജോ ജോസഫിനെ ഉമ്മ വെച്ച PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ഈ സർക്കാർ അഴിക്കുള്ളിലിട്ടാൽ ജോർജിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് സതീശൻ ആ പ്രസ്താവന തിരുത്തുമോ? ഒറിജിൽ ആ യുക്തി വെച്ചാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ആഷ്മി, യഥാർത്ഥത്തിൽ ആ ഒരു PC ജോർജിന്റെ ഉമ്മ വെക്കലും വാങ്ങി വന്ന സ്ഥാനാർത്ഥി അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? PC ജോർജിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷം തള്ളി പറഞ്ഞിട്ടുണ്ടോ? തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് തള്ളി പറഞ്ഞത്? സ്വാഭാവികമായും ഇതിനകത്ത് പലതരത്തിലുള്ള നാടകങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാരിനും ഗവൺമെന്റിനും പോലീസിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, CPM-ന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്ന് കയ്യിൽ കിട്ട ഒരു പ്രതിയെ തുറന്നു വിടുന്നതിന്റെ പിന്നിൽ ഈ കേരളത്തിലെ പോലീസും അതുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഇടപെടലുമാണ് എന്ന് ആവർത്തിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. PP ചിത്തരഞ്ജൻ അന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആ നിമിഷത്തിൽ തുടങ്ങിയതാണ് ജാമ്യവ്യവസ്ഥാ ലംഘനം. PC ജോർജ് ആകെ ചെയ്തതെന്താണ്? നമ്മുടെ MA യൂസഫലിക്കെതിരെ നടത്തിയ പരാമർശം തിരുത്തുന്നു എന്ന് പറഞ്ഞതല്ലാതെ വെണ്ണലയിൽ വീണ്ടും അത് ആവർത്തിച്ചെങ്കിൽ അതിൽ സർക്കാരിന്റെ ഒരു പിടിപ്പുകേടുണ്ടോ? PP ചിത്തരഞ്ജൻ മുൻകൂർ ജാമ്യം തള്ളിയല്ലോ. സർക്കാരിന് ഇനി ഒരു ആലോചനയുടെയും ആവശ്യമില്ലല്ലോ, വേണേ അറസ്റ്റ് ചെയ്യാമല്ലോ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു ഒരു തിടുക്കവുമില്ലത്ര സർക്കാരിന്. എന്തുകൊണ്ടാണ് സർക്കാരിന് തിടുക്കമില്ലാത്തത്? PP ചിത്തരഞ്ജൻ. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
എന്തെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പി സി ജോർജിൻ്റെ പ്രസംഗവും പി സി ജോർജിൻ്റെ അറസ്റ്റും തൃക്കാക്കര തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് എന്ത് ബന്ധമുള്ളത്? പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുവാൻ 24 മണിക്കൂർ താമസിച്ചെന്നായിരുന്നു അന്ന് തിരുവനന്തപുരം പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജാമ്യം കിട്ടിയിരിക്കുന്നു. അന്ന് നടന്ന ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളതല്ലേ, മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി. ഗവൺമെൻറ്റിൻ്റെ PSC വഴി വെച്ചിട്ടുള്ളവരുമുണ്ട്, ഗവൺമെൻറ് വെച്ചിട്ടുള്ളവരുണ്ട്. അത് അഡീഷണലും അസിസ്റ്റൻറ്റും പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ്. ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാകേണ്ടിയിരുന്നത് ആ വക്കീലായിരുന്നു, അദ്ദേഹം ഹാജരായില്ലായിരുന്നു. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരായില്ല. ഇനി പോട്ടെ, ഒരു അഭിപ്രായമെങ്കിലും പ്രോസിക്യൂഷനോട് ചോദിക്കാതെ ജാമ്യം കൊടുത്തു. അതിന് ഉത്തരവാദി എങ്ങനെ ഗവൺമെൻറ് ആകുന്നത് എന്ന് മാത്രമല്ലല്ലോ, ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് പി സി ജോർജിന് വീരോചിതമായി കൊണ്ടുവന്നെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ആയിരുന്നയാൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാൾ അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരുമ്പോൾ പോലീസ് സാധാരണ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത് ആദ്യത്തെ സംഭവമാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ജനകീയ പ്രതിഷേധത്തിൽ പിടിച്ചുകൊണ്ട് വന്നതല്ല അന്ന് ജോർജിനെ. പി പി ചിത്തരഞ്ജൻ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന പച്ചവർഗീയത പറഞ്ഞതിനായിരുന്നു അറസ്റ്റ്. അങ്ങ് പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ഔദ്യോഗിക ഹാജരായില്ല. സർക്കാർ അങ്ങനെ കൈയൊഴിയാൻ കഴിയുന്നതാണോ? പി പി ചിത്തരഞ്ജൻ പോലീസ് എന്ന് വേണ്ട രീതിയിൽ ഇടപെട്ടോ? പോലീസ് വളരെ കൃത്യമായി അതിനകത്ത് ഇടപെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനും പോലീസിനെ കുറ്റം പറയുക, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഷാൽപ്പി ചോദിച്ചതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തില്ലെന്ന് പറയുക, ചെയ്തു കഴിഞ്ഞാൽ ഒത്തുകളിച്ചെന്ന് പറയുക, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം കോൺഗ്രസിൻ്റെ തരംതാണ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മതവിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. BJPയുടെ നേതാക്കന്മാരടക്കം എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്തത് തികച്ചും തെറ്റായ നടപടിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ചർച്ചകളെല്ലാം നടന്നിട്ടുള്ളതല്ല. എൻ്റെ ക്ലിപ്പെടുത്ത് നോക്കുമൊക്കെ കാണാമല്ലോ, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ആ ആർജവം ഇതിനു മുമ്പ് കാണിക്കുവാൻ ഇവർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞതിന് മുമ്പ് ഒറ്റ കാര്യം അതിന് പറഞ്ഞോട്ടെ. ജാമ്യം നൽകിയ ഉത്തരവിൽ ആ ജഡ്ജി കൃത്യമായി എഴുതുന്നു, ഇൻ ദ പ്രസന്റ് കേസ് പോലീസ് ഫൈൽ ദ ചെക്ക് ലിസ്റ്റ് ഇൻ എ കാഷ്വൽ മാനർ where no particular reason and materials which necessitated for arrest was furnished. കോടതിക്ക് തന്നെ തോന്നുകയാണ് ജാമ്യം നൽകാതിരിക്കാൻ ഒരു കാരണം ഇതില്ലല്ലോ എന്ന് കോടതിക്ക് തന്നെ തോന്നുന്നു. APP അന്ന് അവധിയായത് കാരണം അവിടെ ഹാജരായില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അതൊക്കെയാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. സർക്കാരിന്റെ ആ പിടിപ്പ് കേടുകൊണ്ടാണ് ഈ പറയുന്ന വാവിട്ട വാക്കുമായി ജോർജ് അലഞ്ഞു നടക്കുന്നതെന്ന് പി പി ചിത്തരഞ്ജൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോർജിന്റെ ജീവിതത്തിൽ ആദ്യമായി ജോർജിന്റെ വീട്ടിൽ ജോർജിനെ അറസ്റ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇപ്പോഴും കേസ് കോടതി മുൻകൂർ തള്ളിയപ്പോൾ ആ സെക്കൻഡിന് അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകാനുള്ള ആർജവത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാറാട് കൂട്ടക്കൊല കേസ്, ആ കേസ് ഒത്തുതീർപ്പിലുണ്ടാക്കിയ മാന്യന്മാരാണ് ഇവിടെ വർത്തമാനം പറയുന്നത്. പ്രവീൺ തൊഗാഡിയ നടത്തിയ വിഷയുക്തമായ പ്രസംഗം, ആ കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. കുമ്മനം രാജശേഖരൻ നടത്തിയിട്ടുള്ള വിഷയുക്തമായ പ്രസംഗം, ആ കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ന്യായം എന്താണ്? അതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. 9, 5, 14 പേർ മരണപ്പെടുകയും ഈ കേരളത്തിൽ മാറാട് കലാപം മറക്കാനൊക്കോ? ആ പ്രവീൺ തൊഗാഡിയയ്ക്കും കുമ്മനം രാജശേഖരനും എതിരായി എടുത്ത കേസ് പോലും പിൻവലിക്കുവാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇതേക്കുറിച്ച് പഠിപ്പിക്കുവാൻ വരുന്നത്. ഒരു സംശയവും വേണ്ട, പി സി ജോർജ് അല്ല വേറെ ആരായാലും ശരി, ഈ കേരളത്തിൽ വർഗീയ കലാപവും വർഗീയ സംഘർഷം ഉണ്ടാക്കുവാൻ വിഷതുപ്പുന്ന പ്രസംഗങ്ങളോ പ്രവൃത്തികളോ നടത്തിയാൽ അവരെ പിടിച്ച കൽത്തുറങ്കിലിടുവാനുള്ള തൻ്റെ ഇടമുള്ളൊരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഗവൺമെന്റ് അല്ല. നമുക്കത് പരിശോധിക്കാം. ഞങ്ങളൊരു പി സി ജോർജിനെയും സംരക്ഷിക്കും എന്ന് മാത്രമല്ല, തൃക്കാക്കര തെരഞ്ഞെടുപ്പും പി സി ജോർജുമായിട്ട് എന്താ ബന്ധം? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ജനനം പൂഞ്ഞാറിലായിരുന്നു എന്നുള്ളത് കൊണ്ടോ? അങ്ങനെയാണെങ്കിൽ പൂഞ്ഞാറിൽ അവിടെ ജയിച്ച MLA ആണല്ലോ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിരിക്കുന്ന ഞങ്ങളുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ഇവിടെ വർക്ക് ചെയ്യാനല്ലേ, അദ്ദേഹമല്ലേ പൂഞ്ഞാറിൽ. ആ പൂഞ്ഞാറിൽ ജനിച്ചുപോയി എന്നുള്ള ഒറ്റ കാരണത്താൽ
തൻ്റെ കർമ്മമണ്ഡലമായി ഇന്ന് എറണാകുളത്ത് താമസിച്ച ലിസി ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷ രംഗത്തുമെല്ലാം നിസ്തുലമായ സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വീകാര്യത, ആ സ്വീകാര്യത വല്ലാതെ വിരൽ പിടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ. ആ വിരൽ പിടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വർഗീയത തുപ്പുന്ന PC ജോർജ് എന്ന് പറയുന്ന ഈ എടുക്കാച്ചരക്കിനെ, ആ ചരക്കിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിണറായി വിജയനെ ഇത്രയധികം വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളുണ്ടോ? നിങ്ങളിവിടെ ആദ്യം ഒരു ചരിത്രം പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പിളർന്നതും ഞങ്ങളോടൊപ്പം വന്നതും. ഞങ്ങളോടൊപ്പം വന്ന് ഏതാനും നിമിഷക്കാലം അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി നിന്നു. അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാമായിരുന്നു ഇയാൾ ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞത്. പിന്നെ PC ജോർജിനൊന്നും മുന്നണിയുടെ അകത്ത് വരാനൊരു അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല. PC ജോർജിനെ നിർത്തേണ്ടടുത്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ നിർത്തും. PC ജോർജിനെ ഇന്നത്തെ നിലയിലേക്ക് പോകാത്ത അത് വേറെ കാര്യം. നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ, PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഒന്നും ആയിട്ടില്ല. അപ്പുറത്താണ് കോൺഗ്രസിനെ കൂടെ നിന്നാണ് മന്ത്രിസ്ഥാനം നേടിയെടുത്ത ചീഫ് വിപ്പ്, മറന്നുപോരുത്. കോൺഗ്രസിനോടൊപ്പം നിന്നാണ് മുഴുവൻ നിന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു MLA ചാക്കിലെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊണ്ടു കൊടുത്തത് ഇതേ PC ജോർജാണ്. അന്ന് മഹാനായ നേതാവായിരുന്നു കോൺഗ്രസിന് PC ജോർജ്. ഇപ്പോൾ എപ്പോഴാണ് ഞങ്ങൾക്ക് PC ജോർജ് എന്ന് പറയുന്ന ആളുടെ ഒരു സഹായവും വേണ്ട, ഒരു ദയാദാക്ഷിണ്യവും വേണ്ട. അയാൾ തുപ്പുന്ന വർഗ വിഷയത്തിന് അയാളെ നിർത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ ഉമ്മൻചാണ്ടിയെ പറ്റി PC പറയുന്നത് കേരളത്തിലെ കള്ളക്കച്ചവടത്തിന്റെ ഉസ്താദ് ഇയാളാണ് എന്നാണ് PC ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത്. അയാൾ എന്താണ് പാര രാജാവാണ് എന്നൊക്കെയോ കസേര നിലനിർത്താൻ. ശരി ഞാൻ എത്താം. ഉമ്മൻചാണ്ടിയുടെ കസേര നിലനിർത്താൻ ഇയാൾ നടത്തിയിട്ടുള്ള കച്ചവടം അറിയാലോ. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, കോടതിക്ക് ബോധ്യപ്പെടുന്നു ഈ പറയുന്ന വെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയ പ്രസ്താവനയാണ് PC ജോർജ് നടത്തുന്നതെന്ന്. കോടതിക്ക് ബോധ്യപ്പെടുന്നു ഇത് അങ്ങേയറ്റം പ്രകോപനമാണെന്ന്. എന്നിട്ടും BJPക്ക് എന്തേ ബോധ്യപ്പെടുന്നില്ല ജോർജ് പറയുന്ന വാവിട്ട വാക്കുകൾ കേരളത്തിന് ഭൂഷണമല്ല എന്ന്? ശ്രീപത്മനാഭൻ. അല്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതോ ചെയ്യാത്തതോ കോടതിയിൽ വക്കീൽ ഹാജരാവേണ്ട ജാമ്യത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നൊന്നല്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം, എൻ്റെ കയ്യിൽ 3-4 വീഡിയോകളുണ്ട്. ഞാനത് കാണിക്കില്ല. കാരണം എന്താ അറിയോ, അത്രയും മോശമാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മത നേതാവിൻ്റെ പ്രസംഗം, വേറൊരു വിദ്വാൻ സംസറുൽ ഹഖ് ഹുദായി, അയാൾ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ അമുസ്ലിങ്ങളായ ഡോക്ടർമാരടുത്ത് ചികിത്സിക്കാൻ പോലും പോകരുതെന്നാണ് പറഞ്ഞത്. വേറൊരു വിദ്വാൻ ഡോക്ടർ ഫസൽ ഗഫൂർ CIA സമരത്തെപ്പറ്റി ചോദിച്ചു. ഈ സമരം കൊണ്ടൊന്നും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ 2ാം ഘട്ടത്തിൽ അസ്ത്രവും ശസ്ത്രവും പുറത്തെടുക്കുന്ന പറഞ്ഞു. അസ്ത്രവും ശസ്ത്രവും പറഞ്ഞ ആയുധങ്ങളാണ്, മലയാള വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പൊ ആയുധങ്ങൾ എടുത്ത് സമരം ചെയ്യുമെന്നേ പോലെ പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ പറയുന്നത് എന്താ അറിയോ, ആരെങ്കിലും ഇവിടെ കേരളത്തിന്റെ സമൂഹത്തിൽ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ, അതുമല്ലെങ്കിൽ ആയുധമെടുത്ത് ഗവൺമെന്റിനെതിരെ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനാണല്ലോ മാവോയിസ്റ്റുകളെ പിടിച്ച് ജയിലിട്ടതും വെടിവെച്ചു കൊന്നതൊക്കെ, ആ രീതിയിൽ ആര് സംസാരിച്ചാലും നിങ്ങൾ കേസെടുത്തോ. ബാക്കി കാര്യം കോടതി നിശ്ചയിക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ ജുഡീഷ്യറി തീരുമാനിക്കട്ടെ. പക്ഷേ ഈ നിയമം, ഈ ഒരു നയം എല്ലാവർക്കും ബാധകമാക്കണം. നിങ്ങൾ രാഷ്ട്രീയം ഏറ്റെടുക്കുന്നത് എന്തിനാണ് ജോർജിനെ? ഏത് ബാലുശ്ശേരി ആവട്ടെ, ഏത് സിംസാറുൽ ഹക്ക് ആവട്ടെ, ഏത് ഹുദവി ആവട്ടെ, ആരുമായിക്കോട്ടെ, ഇത്തരം വൃത്തികെട്ട വർത്താനം പറയുന്ന ആരുമായിക്കോട്ടെ, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പിന്തുണയുമായി പോയോ ബാലുശ്ശേരിയുടെ പക്കൽ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പിന്തുണയുമായി പോയോ ഈ പറഞ്ഞ സിംസാറുൽ ഹക്കിന്റെ അടുത്ത് പോയോ? PC ജോർജിന്റെ അടുത്ത് പോയത് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് സർ. എന്തിനാണ് നിങ്ങൾ ജോർജിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നത്? ഹാഷ്മി, മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരിലും ഈ സിംസാറുൽ ഹക്കിന്റെ പേരിലും കേസെടുക്കാത്തത് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് സഹായമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കേസെടുത്തില്ല മുജാഹിദ് ബാലുശ്ശേരിക്ക്? അയാൾക്ക് ഭ്രാന്താണ് ചിറ്റ. 82, 83 എക്സെപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു നിയമമുണ്ട്, 82, 83 എക്സെപ്ഷൻ. മാനസിക രോഗിയുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ കേസെടുക്കും. പക്ഷെ അങ്ങനത്തെ ഒരാളെ പിടിച്ച് ഭ്രാന്താസ്പത്രി കൊണ്ടിടണം. അപ്പോൾ അതുകൊണ്ടാണ്, അവർക്കൊക്കെ രാഷ്ട്രീയ പിന്തുണയുള്ളത് കൊണ്ടാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ തെറ്റായ നയം കൊണ്ടാണ് ഈ 2-3 പേരുടെ പേരിലും ഈ ഫസൽ ഗഫൂറിന്റെ പേരിൽ അടക്കം കേസെടുക്കാം. അസ്ത്രവും ശസ്ത്രവും ഉപയോഗിക്കുന്നു പറഞ്ഞ അതൊക്കെ രാഷ്ട്രീയമാണ്. താങ്കൾ പറഞ്ഞ ഈ 3 പേരുടെ അടുത്ത് ആരെങ്കിലും പിന്തുണയുമായി പോയോ? ആരെങ്കിലും പരസ്യ പിന്തുണയുമായി പോയോ? അവർക്ക് പരസ്യ പിന്തുണ ഒരു വാക്കെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉന്നയിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ശ്രീ ശ്രീപത്മനാഭൻ പച്ചവർഗീയത പറഞ്ഞ
സമൂഹത്തിൽ കാളകൂടത്തിന്റെ വിഷം കലക്കി കാലുഷ്യമുണ്ടാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെതിരെ അനുകൂലമായി വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ശ്രീ പത്മനാഭൻ അടക്കം BJP നേതാക്കൾ. അല്ല, എന്റെ ചോദ്യം എന്തുകൊണ്ടാണ്? ഞാൻ ഒരൊറ്റ കാര്യം പറയാം, താങ്കളുടെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം. മെയ് മാസം 31-ാം തീയതി വരെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചോ. അഥവാ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ വിളിച്ചോ, ഈ ചാനലിൽ ഞാൻ തന്നെ വരാം. മെയ് 31 വരെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ തവണ പുലർച്ചയ്ക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ടുപോയ ആ ആളുകൾ ഇത്തവണ PC ജോർജ് അവിടെ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് പോയത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. മെയ് 31-ാം തീയതി വരെ PC ജോർജും ഈ കേരള സർക്കാരും തമ്മിലുള്ള കാറ്റ് ആൻഡ് മൗസ് ഗെയിം, ഈ എലിയും പൂച്ചയും തമ്മിലുള്ള കളി നടക്കും. ഇടതുമുന്നണിക്ക് സാധിച്ചാൽ അല്ല PC ജോർജും സർക്കാരും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന് BJP സംശയിക്കുന്നുണ്ടോ? അതൊന്നല്ല, രാഷ്ട്രീയമുണ്ട്, ധാരണയല്ല, രാഷ്ട്രീയമുണ്ട്. അല്ല ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്താണ്? അല്ല ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം കളിക്കണമെങ്കിൽ ധാരണ ഉണ്ടാവണ്ടേ പരസ്പരം? അതുണ്ടോ? അല്ല, അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾ PC ജോർജിന്റെ പിന്നാലെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. എന്നാ PC ജോർജിനിട്ട് പിടിക്കുകയില്ല. ശരി, കാരണം ഒരിക്കൽ കൈ പൊള്ളിയതാ. ശരി, ഞാൻ എത്താം. അതിന്റെ മറുപടിക്ക് ചിത്രത്തിലേക്കെത്തും, CMN കാരശ്ശേരിയിലേക്കും ഞാൻ എത്തും. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.